മൈക്ക് ചതിച്ചു, വി.ഡി. സതീശൻ പറഞ്ഞ രഹസ്യം നാട്ടിൽ പാട്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെയാണ് നമുക്ക് തന്നെ പണി കിട്ടുന്നത്. എവിടെ നിന്നാണ് ഈ പണി വരുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. വളരെ യാദർച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നലെ നിയമസഭ കൂടിയപ്പോൾ കുട്ടനാട് MLA ആയ റെജി ചെറിയാൻ ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് ഈ വരുന്ന 29-ാം തീയതി, ജൂൺ മാസം 29-ാം തീയതി 2026 ജൂൺ 29-ാം തീയതി കുട്ടനാട്ടിൽ മൂലം വള്ളംകളി നടക്കുകയാണ്. കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിൽ ഒന്നാണ് മൂലം വള്ളംകളി. അപ്പോൾ ആ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രാദേശിക അവധി കുട്ടനാടിന് നൽകണം എന്നാണ് റെജി ചെറിയാൻ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ജനങ്ങളുടെ ആവശ്യമാണ്. ആ ദിവസം എല്ലാവർക്കും മൂലം വള്ളംകളി കാണാനുള്ള അവസരമുണ്ടാകണം. അങ്ങനെ നാട്ടിലെ ഒരു വലിയൊരു ഉത്സവമാണ്. പ്രാദേശിക അവധി കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് നാട്ടുകാരുടെ ആ ഒരു ഇഷ്ടം നടത്തിത്തരണം എന്നായിരുന്നു റെജി ചെറിയാൻ MLA പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിനോട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ആവശ്യം നല്ലതാണ്, പക്ഷേ മുൻപ് ഇത്തരം ഒരു അവധി നൽകിയ ചരിത്രമില്ല. കുട്ടനാട്ടിലെ മൂലം വള്ളംകളിക്ക് അവധി നൽകുക എന്നുള്ള, പ്രാദേശിക അവധി നൽകുക എന്ന് ഉള്ള ഒരു ചരിത്രമില്ല, നേരത്തെ ആരും നൽകിയിട്ടില്ല. അതുകൊണ്ട് റെജി ചെറിയാൻ ഉന്നയിച്ച ആവശ്യം ന്യായമാണ്. തീർച്ചയായും ആ ആവശ്യം പരിഗണിക്കാം. പരിശോധിച്ചതിന് ശേഷം നമുക്ക് തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന രീതിയിൽ അദ്ദേഹം വളരെ ദീർഘമായി തന്നെ സംസാരിച്ചു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ മൈക്ക് വി.ഡി. സതീശനെ ചതിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പണി കിട്ടും എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ അറിയാതെ ഒരു പണി കിട്ടി. അദ്ദേഹം സഭയിൽ പറഞ്ഞത് എന്താണ്? കുട്ടനാട്ടിലെ മൂലം വള്ളംകളിക്ക് അവധി നൽകുന്ന കാര്യം പരിഗണിക്കാം, ഗൗരവമായി തന്നെ അത് പരിശോധിക്കാം, അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാം എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്തിരുന്ന മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹം രഹസ്യമായി പറഞ്ഞത് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്നാണ്. അതായത് ഒരു കാരണവശാലും കൊടുക്കില്ല. തൊട്ടടുത്തിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയോട് രഹസ്യമായി അദ്ദേഹം പറഞ്ഞത് പരസ്യമായിരിക്കുകയാണ്. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ഇരട്ടത്താപ്പ്, സഭയിൽ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ മന്ത്രിയോട്, പി കെ കുഞ്ഞാലിക്കുട്ടിയോട് രഹസ്യമായി ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് കട്ടായം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു പ്രശ്നം, അദ്ദേഹം സ്വാഭാവികമായി പറഞ്ഞു പോയൊരു കാര്യമാണ്. ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്നാണ് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചത്. പക്ഷേ സഭയിൽ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നാണ്. ആലോചിക്കട്ടെ, നമുക്കത് കാര്യം ആലോചിക്കാം എന്ന് ഈ പാവപ്പെട്ട റെജി ചെറിയാനെ പറഞ്ഞു പറ്റിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കില്ല എന്ന് തന്നെയാണ്. ഇതാണ് മൈക്ക് ഓഫാക്കാതിരുന്നാലുള്ള സംഭവം. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായി തന്നെ പുറത്തു വരികയായിരുന്നു. അതൊരു ചതിയല്ലേ? ഒരു MLA അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഇത് മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോഴാണ് അദ്ദേഹം ഇത് രഹസ്യമായി പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ പരസ്യമായിരിക്കുകയാണ്. ഒരു കാരണവശാലും കുട്ടനാട്ടിലെ താലൂക്കിൽ അവധി കൊടുക്കില്ല മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് എന്ന് അദ്ദേഹം രഹസ്യമായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ അതിൻ്റെ ഫുൾ രീതിയിൽ, അത് മുഴുവൻ ഉള്ള രീതിയിൽ സഭാ TV-യിൽ അവൈലബിൾ ആണോ എന്ന് യൂട്യൂബിൽ പരിശോധിക്കുക. ഇല്ല, ആ ഭാഗം അവർ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ സഭാ TV-യിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അപകടം മണത്തു. നിയമസഭയിലെ നടപടിക്രമങ്ങളൊക്കെ കാണുന്നത് വളരെ ചുരുക്കം പേരാണ് എന്ന് നമുക്ക് കരുതാം. എങ്കിൽ പോലും അവരിത് കേട്ടു. ഇനിയെങ്കിലും ബാക്കിയുള്ളവർ കേൾക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാവാം സഭാ TV അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ കട്ട് ചെയ്തത്. പക്ഷേ ഇത് പഴയ കാലമല്ല, ടെക്നോളജിയൊക്കെ വളർന്ന കാലമാണ്. എന്തെല്ലാമാണ് അവിടെ പറഞ്ഞതെന്നും പറയാതിരുന്നതെന്നും ഒക്കെയുള്ള കാര്യം ലോകമൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞ രഹസ്യം പരസ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ഇരട്ടത്താപ്പ് വെച്ചു പുലർത്തരുതെന്ന് മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഇവിടുത്തെ സാധാരണക്കാരന് അഭ്യർത്ഥിക്കണം. ഒന്നുകിൽ പരസ്യമായിട്ടൊക്കെ പറയുക, ഒരു കാരണവശാലും അവധി തരത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന് ന്യായമുണ്ടായിരുന്നു.
റെജി ചെറിയനോട് പറയുക, ഒരു കാരണവശാലും ഞാനിവിടെ അല്ലെങ്കിൽ കുട്ടനാട് താലൂക്കിന് ഗവൺമെന്റ് അവധി കൊടുക്കില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നത് എന്ത് ന്യായമാണ്? അതൊരു വഞ്ചനയല്ലേ? ശരിക്കും പറഞ്ഞാൽ ശുദ്ധ വഞ്ചന തന്നെയാണ് അത് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. വീഡിയോ കാണാം. ശ്രീ റെജി ചെറിയാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, എൻ്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിൻ്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഇത് 29/6/2026 പരമ്പരാഗത ചടങ്ങുകൾ പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. കുട്ടനാട് തഹസീൽദാർ ജനറൽ കൺവീനറായി നടത്തപ്പെടുന്ന ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് മുൻ വർഷങ്ങളിൽ അവധി നൽകിയിട്ടുള്ളതല്ല. വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രാദേശിക അവധി പ്രഖ്യാപിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ മുൻകൂർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലും അത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓർഡറിലൊന്നും വള്ളംകളിക്ക് അവധി അനുവദിച്ചിട്ടില്ല. പുതിയതായി പൊതു അവധി, നിയന്ത്രിത അവധി, പ്രാദേശിക അവധി തുടങ്ങിയവ അനുവദിക്കേണ്ട എന്നായിരുന്നു പൊതുവായി സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രാദേശിക അവധികൾ അനുവദിച്ചിരുന്നില്ല. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്ന. ശ്രീ പാറക്കൽ അബ്ദുള്ള. 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 i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.